പുളുങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള പുത്തൻതോടിന് കുറുകെയുള്ള പാലം അടിയന്തരമായി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് 6-ാം വാർഡ് മെമ്പർ പുഷ്പ ബിജു നടത്തുന്ന രാപ്പകൽ സമരം വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ചു. പുളുങ്ങുന്ന ഗ്രാമപഞ്ചായത്തിലെ 6-7 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം കാലപ്പഴക്കത്താൽ അപകട ഭീഷണിയായി മാറിയ സാഹചര്യത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയും പഴയ പാലം പുനർനിർമ്മിക്കാൻ അനുമതി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് കരാർ ഏറ്റെടുത്തവർ പഴയ പാലം പൊളിച്ചു നീക്കുകയും പുത്തൻതോടിന് കുറുകെ മുട്ടിടുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് കരാറുകാർ പണി നിർത്തിവെച്ചു. ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പാലം നിർമ്മാണം. മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും നിർമ്മാണം പുനരാരംഭിക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് 6-ാം വാർഡ് മെമ്പർ പുഷ്പ ബിജു രാപ്പകൽ സമരം ആരംഭിച്ചത്. അടിയന്തരമായി പാലം നിർമ്മാണം ആരംഭിക്കുക, പുത്തൻതോട്ടിലെ മുട്ട് പൊളിച്ചു മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുളുങ്ങുന്ന ഇറിഗേഷൻ ഓഫീസിന് മുമ്പിൽ ആരംഭിച്ച രാപ്പകൽ സമരം കുട്ടനാട് കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ് ഉദ്ഘാടനം ചെയ്തു. പുളുങ്ങുന്നിൽ നിന്നും കാവാലത്തേക്കും കാവാലത്ത് നിന്ന് പുളുങ്ങുന്നിലേക്കും രാമങ്കരിയിലേക്കും ഒക്കെ ഒട്ടേറെ ആളുകൾ കാർഷിക ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഒട്ടേറെ ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തോടാണ് ഈ അടഞ്ഞു കിടക്കുന്നത്. ആ തോട് അടഞ്ഞു കിടക്കേണ്ട യാതൊരു കാര്യവും വാസ്തവത്തിൽ ഉണ്ടായിരുന്നതല്ല. അവിടുത്തെ പാലത്തിന്റെ നിർമ്മാണത്തിലുണ്ടായിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ച് മുൻപ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ഒരു സമരത്തിന് അന്ന് നിന്ന് സംസാരിച്ച് അതേ സ്പോട്ടിൽ തന്നെ നിന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് വീണ്ടും ഭാഗ്യം വന്നിരിക്കുകയാണ്. യാതൊരു നടപടിയും ഉദ്യോഗസ്ഥ തലത്തിൽ തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നത് ശ്രീമതി പുഷ്പ ബിജു നടത്തുന്ന 3-ാമത്തെയോ 4-ാമത്തെയോ സമരമാണ് ഈ വിഷയത്തിൽ നിന്നുള്ളതാണ്. ഒരു വാർഡ് മെമ്പർ, ഒരു പഞ്ചായത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി തുടർച്ചയായി 3-4 സമരങ്ങൾ നടത്തിയിട്ടും സർക്കാർ തലത്തിൽ നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും യാതൊരു ചുവടുവെപ്പ് പോലും ഇക്കാര്യത്തിൽ മുന്നോട്ടുണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇവിടെ ഉദ്യോഗസ്ഥരും സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകളും തമ്മിൽ കരാറുകാരനുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന രഹസ്യ കരാറിന്റെ ഭാഗമായിട്ടാണ് ഈ പാലം പണി പൂർത്തിയാകാതെ കിടക്കുന്നത്. SNDP യോഗം 2349-ാം നമ്പർ ശാഖായോഗം പ്രസിഡന്റ് MR സജീവ് അധ്യക്ഷത വഹിച്ചു. SNDP യോഗം കുട്ടനാട് യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി മുഖ്യ പ്രഭാഷണം നടത്തി. JSS നേതാവ് സജിമോൻ, ജോഷി കൊല്ലാറ തുടങ്ങിയവർ സംസാരിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ നെൽപ്പുരമടം വാട്ടർ ടാങ്ക് 10 വർഷങ്ങൾക്ക് ശേഷം വൃത്തിയാക്കി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ. കരാറുകാരുടെ അനാസ്ഥ മൂലം വൃത്തിഹീനമായ ടാങ്കാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എത്തി വൃത്തിയാക്കിയത്. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നെൽപ്പുരമടം വാട്ടർ ടാങ്കാണ് വെള്ളിയാഴ്ച ഉദ്യോഗസ്ഥർ എത്തി വൃത്തിയാക്കിയത്. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കുടിവെള്ളം എത്തിയിരുന്നത് ഈ ടാങ്കിൽ നിന്നാണ്. 3 മാസത്തിലൊരിക്കൽ ടാങ്ക് വൃത്തിയാക്കണമെന്ന് കരാറിലുണ്ടെങ്കിലും ഇത് പലപ്പോഴും പേപ്പറിൽ മാത്രം ഒതുങ്ങുകയാണ് പതിവ്. ആയിരക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഈ വൃത്തിഹീനമായ ടാങ്കിലെ മലിനജലമാണ്. എന്നിട്ടും കരാറുകാർ ടാങ്ക് വൃത്തിയാക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി വാട്ടർ ടാങ്ക് വൃത്തിയാക്കിയത്. ടാങ്ക് വൃത്തിയാക്കിയപ്പോൾ ഒഴുകിയ മലിനജലം കണ്ടാൽ ഈ ടാങ്കിലെ വെള്ളം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയില്ല. എന്നിട്ടും ഇതൊന്നും അറിയാതെ ശുദ്ധജലം എന്ന് കരുതി ഈ വെള്ളം ഉപയോഗിച്ചവർ ഇന്നും ജീവിച്ചിരിക്കുന്നെങ്കിൽ ആയുസ്സിന്റെ ബലം ഒന്ന് മാത്രമാണ്. മാത്രവുമല്ല, കാടും പടലും പിടിച്ച് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വാട്ടർ ടാങ്ക് നിൽക്കുന്ന പ്രദേശം. എന്നിട്ടും ഇത് വൃത്തിയാക്കാൻ പഞ്ചായത്തോ വാട്ടർ അതോറിറ്റിയോ തയ്യാറാകുന്നതുമില്ല. അടിയന്തരമായി ഈ പ്രദേശം വൃത്തിയാക്കി ശുദ്ധമായ വെള്ളം വിതരണം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2014 എന്തോ ഞങ്ങൾ ക്ലീൻ ചെയ്ത എന്നിട്ട് അരയേറ്റം താന്നു പോവുക, താഴെ ഇറങ്ങിയിട്ട്, അതായത് സെഡിമെൻറ്റ്സ് വന്ന് അയൺ കണ്ടന്റ് എല്ലാം കൂടെ അടിഞ്ഞു കൂടിയിട്ട് ഇത്രയും താഴുക. അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ തൊട്ട് ഇപ്പം വരെ. അപ്പോൾ ഇതിൻ്റെ എന്തോ പറയുന്നത്, ഇതിന് ഞങ്ങളെ പ്രത്യേകമായിട്ട് സാറ് വിളിപ്പിച്ചതാണ്. ആക്ഷൻ കൂടെ പറഞ്ഞിട്ടാണ് ഞങ്ങളോട് ഇത് ചെയ്യാനായിട്ട്. ഞങ്ങൾ വന്ന് ചെയ്തു കൊടുക്കുക. തകർന്നു കിടക്കുന്ന റോഡിലെ അപകടകരമായ കുഴികൾ നികത്തി വാർഡ് മെമ്പർ. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ പൈനുമൂട് ജംഗ്ഷനിലെ കുഴികളാണ് വാർഡ് മെമ്പർ സലീം പടപ്പുരയ്ക്കൽ താൽക്കാലികമായി അടച്ചത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 6, 7, 8 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കോട്ടയ്ക്കൽ കടവ് പഞ്ചായത്ത് ഓഫീസ് റോഡിൽ 6-ാം വാർഡിൽ ഉൾപ്പെടുന്ന പൈനുമൂട് ജംഗ്ഷനിലെ വലിയ കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായതോടെയാണ് വാർഡ് മെമ്പർ സ്വന്തം വാഹനത്തിൽ വീട് പൊളിച്ച കല്ലും മണ്ണും എത്തിച്ച് താൽക്കാലികമായി കുഴിയടച്ചത്. പരിമലയിൽ നിന്നും പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്നും മാന്നാർ ടൗണിൽ നിന്നുമുള്ള 3 റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർക്ക് വലിയ ഭീഷണിയായി ഇത് മാറി. ഈ സാഹചര്യത്തിലാണ് വാർഡ് മെമ്പർ നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയമായത്. മെമ്പറുടെ ഒറ്റയാൻ പോരാട്ടം കണ്ട് പ്രദേശവാസികളായ റഹ്മത്ത്, രഞ്ജിത്ത്, മനോഹരൻ എന്നിവർ സഹായവുമായി കൂടിച്ചേർന്നതോടെ അപകടകരമായ കുഴികൾ വളരെ വേഗത്തിൽ സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞു.
ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി മന്ത്രി സജി ചെറിയാൻ 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്നും സലീം പടിപ്പുരയ്ക്കൽ പറഞ്ഞു. ഈ റോഡിന് നമ്മുടെ പ്രിയപ്പെട്ട MLA 25 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ പണി തുടങ്ങുന്നതാണ്. അതിന് മുമ്പായി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ക്രമീകരണം നടത്തുക എന്നുള്ളതാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 3 മാസക്കാലത്തിനകം തന്നെ നമ്മുടെ മന്ത്രി സജി ചെറിയാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് വൃത്തിയാക്കി ഗതാഗത യോഗ്യമാക്കും. നീലംപേരൂർ ഗ്രാമപഞ്ചായത്തിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ഉപകരണങ്ങളുടെ വിതരണവും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള പഠന ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഈ പഞ്ചായത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ പരിപാടികളിലും മത്സ്യത്തിന്റെയും കൃഷിയുടെയും കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിലാണെങ്കിലും ഇതുപോലെ ഒരു 9 ഗ്രൂപ്പുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിലെ ആ ഗ്രൂപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും 3 തൊഴിലാളികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് 27 പേർക്ക് ബന്ധനോപകരണങ്ങൾ കൊടുക്കുക. അതായത് 1,80,000 രൂപയാണ്. അപ്പം നമ്മുടെ കുട്ടനാട്ടിലെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് നീലംപേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നെൽകൃഷി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വരുമാന മാർഗമായ ഉൾനാടൻ മത്സ്യസമ്പത്ത് സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഉൾനാടൻ മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്തിക്കൊണ്ടിരുന്ന നമ്മുടെ കൊഞ്ചും കരിമീനും ഇന്ന് നിശേഷമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ള കാരി, കൂലി, വരാലി, ചെമ്മീൻ, കല്ലട, പല്ലത്തി എന്നീ എല്ലാ മത്സ്യങ്ങളും ഉൾനാടൻ മേഖലയിലെ മത്സ്യസമ്പത്ത് എല്ലാം നിശേഷം തീർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് വീണ്ടും ഒരു പുനരുദ്ധാരണം എന്ന നിലയിൽ ഇന്നലെ വരെ എന്തോ സംഭവിച്ചത് എന്നുള്ളതല്ല, നാളെ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ഈ തൊഴിലാളി വർഗത്തെ അല്ല ഈ വിഭാഗത്തെ സംരക്ഷിക്കുക എന്നുള്ള കർത്തവ്യബോധത്തോടു കൂടിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നതാണ്. സന്ധ്യാമണി ജയകുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ VG സഹദേവൻ, KR രാജപ്പൻ, സെക്രട്ടറി B നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യബന്ധന ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. മാന്നാറിനെ ഗതാഗത കുരുക്കിലാക്കി അശാസ്ത്രീയമായ സിഗ്നൽ സംവിധാനം. സിഗ്നൽ ലൈറ്റുകളുടെ അശാസ്ത്രീയമായ ക്രമീകരണവും സിഗ്നലിനോട് ചേർന്നുള്ള ബസ്സുകളുടെ പാർക്കിങ്ങുമാണ് മാന്നാറിലെ ഗതാഗത കുരുക്കിന് കാരണം. കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ മാന്നാർ പരുമലക്കടവ് തൃക്കുരുട്ടി മഹാദേവർ ക്ഷേത്ര ജംഗ്ഷൻ, സ്റ്റോർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് 4 വർഷം മുമ്പ് സജി ചെറിയാൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചത്. ഇവിടെ സിഗ്നൽ ആവശ്യം ഘടകമാണെങ്കിലും അനുബന്ധ ക്രമീകരണങ്ങൾ നടപ്പിലാക്കാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. പ്രധാന ജംഗ്ഷനുകളായ പരുമലക്കടവ്, തൃക്കുരുട്ടി ജംഗ്ഷൻ, സ്റ്റോർ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റി ഇറക്കുന്നത് യാതൊരു ക്രമീകരണങ്ങളുമില്ല. 2 വരി പാതയുടെ 1 വരി പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബസ്സുകൾ നിർത്തിയിടുന്നതിനാൽ പച്ച ലൈറ്റ് തെളിഞ്ഞാലും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടായി ഗതാഗത കുരുക്ക് അനുഭവപ്പെടും. രോഗികളുമായി വരുന്ന ആംബുലൻസുകളും ഇവിടെ കുടുങ്ങുന്നത് പതിവാണ്. തിരക്കേറിയ റോഡിന്റെ ഇരുവശവും പാർക്കിംഗ് വാഹനങ്ങളിൽ കൂടി നിറയുന്നതോടെ ടൗണിലെ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീളും. ഇടയ്ക്ക് നിലച്ച സിഗ്നൽ ലൈറ്റുകൾ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയത് ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ പായുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നത് കർശനമാക്കിയാൽ സ്റ്റോർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് അല്പമെങ്കിലും പരിഹാരമാകും. തൃക്കുരുട്ടി ജംഗ്ഷനിലും പരുമലക്കടവിലും ബസ്സുകളുടെ പാർക്കിംഗ് ശാസ്ത്രീയമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ സിഗ്നൽ കിടക്കുന്നതുകൊണ്ട് ആർക്കും പ്രയോജനമില്ല. ചെറിയ വണ്ടിക്കാർ മാത്രം ഇവിടെ വണ്ടി നിർത്തിയിടും. പ്രൈവറ്റ് ബസ്സുകാർ ഇത് പാലിക്കുന്നേ ഇല്ല. അവരെപ്പോഴും കയറി പോവുക, നേരെ കാറുകൾ വരിക, അവരോട് ചീത്തവിളി ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. സിഗ്നൽ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒന്നിലും ഓഫ് ചെയ്തിടുക, ഈ ബ്ലോക്ക് കുറയും. സിഗ്നലുകളിൽ റോഡ് മുറിച്ച് കടക്കാൻ പ്രത്യേക സംവിധാനങ്ങളില്ലാത്തതും സീബ്ര ലൈനുകളുടെ അപര്യാപ്തതയും കാൽനട യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നു. സിഗ്നലിന്റെ ഇരുവശങ്ങളിലും സീബ്ര ലൈനുകൾ വരയ്ക്കണമെന്നും കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിനായി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടുന്ന് ഒരു വണ്ടിക്ക് ഒരു ആശുപത്രിയിൽ നിന്ന് ഒരാളിനെ എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ട്, അവിടുന്ന് പ്രായമുള്ള ഒരാൾക്ക് ഇപ്പുറത്ത് വരാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് VIP-കൾക്ക് മാത്രം കയറി പോകാനായിട്ട് അവർ നോക്കിയിരുന്നു. അന്നേരം യാതൊരു തിരക്കുമില്ല. അരമണിക്കൂറത്തെ ഇവിടെ യാതൊരു തിരക്കില്ല. ഇത് ഓണാക്കുമ്പം ഇവിടുന്ന് മൊത്തം പരുമലക്കടവ് വരെ ഈ 1 കിലോമീറ്ററിനിടയ്ക്ക് ആ 3 സിഗ്നൽ എന്തോ കാര്യത്തിന് വേണ്ടി വെച്ചേക്കും. അതിന് മാത്രം സിറ്റിയൊന്നും അല്ലല്ലോ ഇത്. കുമാരനാശാൻ ചരമശതാബ്ദി നവോത്ഥാന സന്ദേശയാത്രയ്ക്ക് ജനുവരി 15-ന് 3 മണിക്ക് കുട്ടനാട്ടിലെ രാമങ്കരിയിൽ സ്വീകരണം നൽകും.
ഇതോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘ യോഗം ചരമശതാബ്ദി ആചരണ സമിതി ജില്ലാ സെക്രട്ടറി വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ രാമഗിരി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ഭാരവാഹികളായ NI തോമസ്, രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R രാജുമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KP അജയഘോഷ്, PR സതീശൻ, P ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ചരമശതാബ്ദി ആചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 2025 ജനുവരി 10 ആരംഭിക്കുന്ന നവോത്ഥാന സന്ദേശയാത്ര 15-ന് 3 മണിക്ക് രാമഗിരിയിൽ എത്തിച്ചേരും. 16-ന് പല്ലന കുമാരനാശാൻ സ്മൃതി മണ്ഡപത്തിൽ സമാപിക്കും. ചങ്ങനാശ്ശേരി വാകത്താനം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഗുരുശിഷ്യ ബന്ധത്തിന്റെ സ്നേഹവും പവിത്രതയും വിളിച്ചോതുന്ന ഒന്നായി മാറി. സ്മൃതി മധുരം എന്ന പേരിലായിരുന്നു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. അനേകായിരങ്ങൾക്ക് അക്ഷരപുണ്യം ചൊരിഞ്ഞ വാകത്താനം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുറ്റത്ത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടി അധ്യാപകരും അവരുടെ വിദ്യാർത്ഥികളും. പ്രായത്തിന്റെ അവശതകൾ ആയിരുന്നില്ല അധ്യാപകരുടെ മുഖത്ത് തെളിഞ്ഞത്. മറിച്ച് തങ്ങളുടെ വിദ്യാർത്ഥികൾ അറിവിന്റെ വഴിയിലൂടെ നാടിന് നന്മ ചൊരിയുന്നവരായി മാറിയതിലുള്ള ചാരിതാർത്ഥ്യമായിരുന്നു ആ മുഖങ്ങളിൽ. 70 വയസ്സ് പൂർത്തിയാക്കിയ അധ്യാപകർക്ക് ഗുരുവന്ദനം എന്ന പേരിൽ ആദരവ് നൽകി. കൂടാതെ അലുമിനി സ്മരണിക പ്രകാശനവും നടന്നു. ആധ്യാത്മിക രംഗത്ത് വേറിട്ട സാന്നിധ്യമായി മാറിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്തായെയും ഫാദർ ഡോക്ടർ ബിജേഷ് ഫിലിപ്പ് എന്നിവർ ചേർന്ന് മുതിർന്ന അധ്യാപകർക്ക് ആദരം അർപ്പിച്ചു. തുടർന്ന് മുൻ ഹെഡ് മാസ്റ്റർ BA എബ്രഹാം വാഴക്കൽ അനുഗ്രഹ സന്ദേശം നൽകി. സ്കൂളിലായിരിക്കുവാനും സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുവാനും കൃപ ചെയ്ത നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അഭിമാനമാണ്. ഓരോ പേരുകളും ഞാൻ ഓർക്കുന്നുണ്ട്. പലരെയും ഓർക്കുമ്പോൾ അവരുടെ മുഖം എൻ്റെ മുഖത്ത് തെളിയുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഇന്ന് കാണുമ്പോൾ എനിക്കൊരുപക്ഷെ കണ്ടാൽ മനസ്സിലായില്ലെന്ന് വരും. മുൻ അംബാസിഡറും ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി സംഘടനയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയുമായ TP ശ്രീനിവാസൻ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. റവറൻ ജോൺ കോർ എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസന മെത്രാപ്പോലിത്തയുമായ സക്കറിയാസ് മാർ സേവേറിയസ് മെത്രാപ്പോലിത്ത അലുമിനി സ്മരണിക പ്രകാശനം ചെയ്തു. യോഗത്തിൽ ബാബുക്കുട്ടി പുന്നൂസ്, ഡോക്ടർ മനു കേരുള, സലീംകുമാർ, പ്രൊഫസർ ഡോക്ടർ ഗോപകുമാരൻ, സുവിത വിജയൻ, സൂസൻ ഐ ചീരൻ, ഷീബ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ 27-ാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ നിർവഹിച്ചു. അഭിമാനം വളരെ സന്തോഷമുണ്ട്. കാരണം ദേവലക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തില് ഇവിടെ എന്ത് പരിപാടി വെച്ചാലും നമുക്കറിയാം ഒരു വഴിക്ക് 2-3 വർഷം മുന്നേ തുടക്കം കുറിക്കുമ്പോഴൊക്കെ അതിന്റെ കൂടെ എന്റെ ഒരു സാന്നിധ്യം കൂടെ എന്നെയും വിളിക്കാറുണ്ടായിരുന്നു. ഒരു വാഹനം കയറി വരുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും. പക്ഷെ നമുക്കറിയാം ഇവിടെ പറഞ്ഞതുപോലെ യൂണിയൻ സഹോദരങ്ങള് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണത്തോടു കൂടി ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അവരുടെയൊക്കെ സഹായമില്ലെങ്കിൽ ഈ പറഞ്ഞ രീതി യാത്രാ സൗകര്യമില്ലാത്ത ഇത്രയും ഒരു 100 മീറ്ററിനുള്ളിലേക്കുള്ള പണി നടക്കുന്ന അംഗൻവാടിയിൽ ഇതുപോലെ മനോഹരമായ ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗം PV അമ്പിളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സതിയമ്മ അരവിന്ദാഷൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NS കുഞ്ഞുമോൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗോകുൽ ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടിക്കായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ മാത്യു കുര്യാളശ്ശേരിയെ യോഗത്തിൽ ആദരിച്ചു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാമഗിരി ഗ്രാമപഞ്ചായത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R രാജുമോൻ സംരംഭക സഭ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന റജപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉപജില്ലാ വ്യവസായ ഓഫീസർ ശാന്തി R പൈ വിഷയാവതരണം നടത്തി. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ മോൾ G രാജേഷ്, സൂര്യ ജിജിമോൻ, ഡെന്നി സേവ്യർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രമോദ് ചന്ദ്രൻ, ആശ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാമത്തെ വർഷത്തിൽ എത്തിനിൽക്കുമ്പോൾ ഏകദേശം 3 ലക്ഷത്തോളം സംരംഭങ്ങൾ പുതുതായിട്ട് കേരളത്തിലൂടെ ഭാഗമാക്കി തുടങ്ങിയെന്ന് പറയാം.
അതുപോലെ തന്നെ 5 ലക്ഷത്തോളം തൊഴിൽ സാധ്യതകൾ ഉണ്ടായി. നമുക്കറിയാം 4ാം വ്യവസായ വിപ്ലവത്തിന്റെ ഒരു മാറ്റത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാന്നാർ ഇരമത്തൂർ 1926 നമ്പർ SNDP ശാഖായോഗം ഭരണം സംബന്ധിച്ച RDOയുടെ നടപടി ജില്ലാ കോടതി റദ്ദാക്കി. ശാഖായോഗം പ്രസിഡന്റ് ദയാകുമാർ ചെന്നിത്തല നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ആ നിയമവിരുദ്ധമായ നടപടിക്കെതിരെ സംഘടനാപരവും നിയമപരവുമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരുകയും ഞങ്ങൾ ആലപ്പുഴ ജില്ലാ കോടതിയെ സമീപിക്കുകയും ജില്ലാ കോടതി ക്രിമിനൽ RP നമ്പർ 06/2024 പ്രകാരം കേസ് ഞങ്ങളുടെ ഹർജി അവിടെ എടുക്കുകയും ആ ഹർജിയിൽ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് അവസാനം 5/12/2024 അതിൻ്റെ വിധി പ്രസ്താവം ജസ്റ്റിസ് VG ശ്രീദേവി അവർ നടത്തുകയുണ്ടായി. ആ വിധിയുടെ ഉള്ളടക്കമെന്ന് പറയുന്നത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എടുത്ത ആ ഉത്തരവ് റദ്ദാക്കുകയും ശാഖായോഗം ഹർജിയിലൂടെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കുകയുമാണ് ഉണ്ടായത്. അതുകൂടാതെ ശാഖായോഗത്തിൻ്റെ ഭൂമിയും അത് നിൽക്കുന്ന ഓഡിറ്റോറിയം, ഓഫീസ് കെട്ടിടം, ഗുരുമന്ദിരം, സർപ്പക്ഷേത്രം, തിടപ്പള്ളി, സ്റ്റോർ റൂം എന്നിവയുടെ താക്കോലും അനുബന്ധ രേഖകളും ശാഖായോഗം പ്രസിഡന്റ് കൂടിയായ ദയകുമാർ ചെന്നിത്തലയ്ക്ക് ആ ഓർഡർ വിധി പ്രസ്താവത്തിൽ ഉണ്ട്. ഇരമത്തൂർ R. ശങ്കർ മെമ്മോറിയൽ ശാഖാഭരണം സംബന്ധിച്ച ചെങ്ങന്നൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എടുത്ത നടപടിയാണ് ജില്ലാ കോടതി റദ്ദാക്കിയത്. ശാഖായോഗം ഭരണവും ശാഖായോഗം വക ഗുരുമന്ദിരം, സർപ്പക്ഷേത്രം, ഓഡിറ്റോറിയം, ഓഫീസ്, തിടപ്പള്ളി, സ്റ്റോർ റൂം എന്നിവ ചെങ്ങന്നൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഏറ്റെടുത്ത് മാന്നാർ SNDP യൂണിയനെ ഏൽപ്പിച്ചതിനെതിരെ ശാഖായോഗം പ്രസിഡന്റ് ദയാകുമാർ ചെന്നിത്തല നൽകിയ ഹർജിയിൽ ശാഖാസ്ഥാപന ജംഗമ വസ്തുക്കളുടെ താക്കോലുകളും അനുബന്ധ രേഖകളും മാന്നാർ SNDP യൂണിയൻ കൺവീനറും ചെയർമാനും തിരികെ ഏൽപ്പിക്കണമെന്നാണ് ജസ്റ്റിസ് ശ്രീമതി VG ശ്രീദേവി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത്. ശാഖായോഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് CD അനിൽ ഹാജരായി. യൂണിയൻ നേതൃത്വത്തിനുണ്ടായ സംഘടനാപരമായ തെറ്റ് തിരുത്തി എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്ന് ശാഖായോഗം പ്രസിഡന്റ് ദയാകുമാർ ചെന്നിത്തല, സെക്രട്ടറി ഇൻചാർജ് ഷിബു വടക്കേക്കുറ്റ്, മാനേജിംഗ് കമ്മിറ്റി അംഗം V. മുരളീധരൻ, ഹരികുമാർ എലപ്പള്ളിയിൽ, ബിപിൻ വാസുദേവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. അവസാനമെത്തുന്ന ഭക്തനും സുരക്ഷിത ദർശനം സാധ്യമാക്കുമെന്ന് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അരുൺ S. നായർ. അയ്യപ്പ ഭക്തന്മാർ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന വരും ദിവസങ്ങളിൽ നടത്തുന്നതായിരിക്കും. അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് വകുപ്പുമായിട്ടും ചേർന്നിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ട് പഴുതടച്ച സുരക്ഷ തന്നെ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങളാണ് വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളായിട്ടുള്ള വനം വകുപ്പ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് തുടങ്ങിയവരുടെ സേവനവും കൃത്യമായിട്ട് ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വലിയാനവട്ടത്ത്, അതായത് പമ്പയിൽ വരാതെ തിരുവാഭരണം വരുന്ന വലിയാനവട്ടത്ത് ഇത്തവണ തിരക്ക് കൂടിയാലും തിരുവാഭരണ ഘോഷയാത്രയെ ബാധിക്കാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ നടത്താനുള്ള നിർദ്ദേശം വനംവകുപ്പിനും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മികച്ച രീതിയിൽ തന്നെയാണ് മകരവിളക്ക് മഹോത്സവവും ഈ സീസണിൽ മുന്നോട്ടേക്ക് പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാ വകുപ്പുകളുടെയും ഒരു കൃത്യമായിട്ടുള്ളൊരു കോർഡിനേഷൻ, അതുപോലെ തന്നെ ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനം നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫോളോ അപ്പും കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഭക്തനും ഒരു നല്ല ദർശനം നൽകി ശബരിമലയിൽ നിന്ന് സുരക്ഷിതമായി മടക്കി അയക്കുവാൻ ഉള്ള ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാ വകുപ്പുകളുടെയും വിശ്വാസം. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. ദേവസ്വം വകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും വിളിച്ചു ചേർത്ത യോഗങ്ങളുടെ ഭാഗമായുള്ള തീരുമാനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടാകുന്നത്. പ്രതിദിനം 90,000-ന് മുകളിൽ ഭക്തജനങ്ങൾ നിലവിലെത്തുന്നുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12-നാണ് പന്തളത്ത് നിന്ന് ആരംഭിക്കുന്നത്. ഇത് സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വിവിധ വകുപ്പുകൾ ജനുവരി 10-ന് മുമ്പ് പൂർത്തിയാക്കി അവലോകനം നടത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. മകരവിളക്ക് ദർശിക്കുന്നതിനായി ഭക്തന്മാർ കൂടുന്ന സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിൽ പോലീസ്, വനം, ആരോഗ്യ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പരിശോധന നടത്തും. വലിയാനവട്ടത്ത് തിരക്ക് ഉണ്ടായാലും ഘോഷയാത്രയെ ബാധിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ കൈക്കൊള്ളുന്നതിന് വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.